ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന കോഴ്സിനെ പറ്റി മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു കമ്പനിയുടെ ആനുവൽ സെയിൽസ്, അതായത് ഒരു വർഷത്തെ സെയിൽസ് 1 കോടി രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യേണ്ടതാണ് നിയമപരമായിട്ട്. അതിന് ടാക്സ് ഓഡിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ചെയ്യുന്നതും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് CAയിലേക്ക് ജോയിൻ ചെയ്യാം. ഏത് സ്ട്രീം ആയാലും മതിയാവും. +2 കഴിഞ്ഞിട്ടാണ് CAക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ CAയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CAയുടെ 2ാമത്തെ ലെവലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. CAക്ക് 3 ലെവൽസ് ആണുള്ളത്: CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റ് ആൻഡ് CA ഫൈനൽ. CA ഫൗണ്ടേഷൻ ലെവലിൽ 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. 1ാമത്തെ സബ്ജക്റ്റ് അക്കൗണ്ട്സ്, 2ാമത്തെ സബ്ജക്റ്റ് ലോ, 3ാമത്തെ സബ്ജക്റ്റ് ബിസിനസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്, 4ാമത്തെ സബ്ജക്റ്റ് എക്കണോമിക്സ്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് ഫൗണ്ടേഷൻ ലെവലിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ 2 പേപ്പർ, അതായത് അക്കൗണ്ട്സ് ആൻഡ് ലോ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അടുത്ത 2 പേപ്പർ, അതായത് മാത്തമാറ്റിക്സും എക്കണോമിക്സും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ പേപ്പേഴ്സും 100 മാർക്ക് വെച്ചാണ്. അപ്പോൾ ഈ 4 പേപ്പറിനും കൂടെ 400 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇതിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഓരോ പേപ്പറിനും 40% വെച്ച് വേണം. ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് മൊത്തം 50% വേണം. അടുത്തത് CA ഇന്റർമീഡിയറ്റ് ലെവലാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് നേരിട്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ BCom ആണ് പാസ്സായതുണ്ടെന്നുണ്ടെങ്കിൽ 55% മാർക്ക് വേണം. മറ്റ് സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ 60% മാർക്ക് വേണം. ഇതിൽ 2 ഗ്രൂപ്പുകളായിട്ട് 6 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 3 സബ്ജക്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പിൽ 3 സബ്ജക്റ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ സബ്ജക്ട്സ് അക്കൗണ്ട്സ്, ലോ, ടാക്സ് എന്നിവയാണ്. ഇതിലെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതിലെ ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, GST എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അടുത്ത സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിലെ 1ാമത്തെ സബ്ജക്റ്റ് കോസ്റ്റിംഗ് ആണ്. 2ാമത്തെ സബ്ജക്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. 3ാമത്തെ സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആണ്. ഇങ്ങനെ 3 സബ്ജക്റ്റുകളാണ് ഈ 2ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഇതിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 6 സബ്ജക്റ്റിന് കൂടി 600 മാർക്കാണ്. ഈ ഗ്രൂപ്പിലെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എഴുതാം. ആ 3 പേപ്പറുകൾ മാത്രം എഴുതാം. 2 ഗ്രൂപ്പുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നല്ല കാലിബർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പിലെ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയും പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഗ്രൂപ്പിലേതുപോലെ തന്നെയാണ്. ഓരോ സബ്ജക്റ്റിനും 40% വേണം. ടോട്ടൽ 50% വേണം. ഇവിടെ നിങ്ങൾ 2 ഗ്രൂപ്പും ചൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ 180 മാർക്കാണ് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പിൽ 120 മാർക്ക് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ എത്ര വരും? 300 വരും. അപ്പോൾ 50% മാർക്കായി നിങ്ങൾക്ക് പാസ്സാകാം. ഈ 2 ലെവലും പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് CA ആർട്ടിക്കിൾഷിപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. CA ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് CAയുടെ ഓഫീസിൽ പോയി നിങ്ങൾ 2 വർഷം ട്രെയിനിങ് ചെയ്യണം. ഈ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 6 മാസത്തെ സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫൈനൽ ലെവലിൽ ചേരുന്നത്. അടുത്ത CA ഫൈനൽ ലെവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CA ഇന്റർമീഡിയറ്റ് ലെവലിന്റെ അതേ ക്രൈറ്റീരിയകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് CAക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മിനിമം 5 കൊല്ലം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. CA ഇന്റർമീഡിയറ്റ് ലെവലിലും ഫൈനൽ ലെവലിലും നെഗറ്റീവ് മാർക്സ് വരുന്നില്ല. എന്നാൽ ഫൗണ്ടേഷൻ ലെവലിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് CAക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്, അതായത് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, കോച്ചിങ്ങിന്റെ കാര്യമല്ല. അതായത് CA ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിന് 9000 രൂപയാണ് ആവുന്നത്. ഇന്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിന് 18000 രൂപയാണ് ആവുന്നത്. പിന്നെ CA ഫൈനൽ ലെവലിന് 22000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. CA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജോബുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് തുടങ്ങി കമ്പനീസിന്റെ കണക്കുകൾ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൽ എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 6 to 10 lakh ആണ് പെർ ആനം സാലറി ലഭിക്കുന്നത്. അതുമല്ല നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലാണ് പാഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോമിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയുമാണ് CA എന്ന കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.